ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് മാരുതി സുസുക്കി വാഗണർ കെ സീരീസ് വണ്ടിയാണ്. അപ്പോൾ ഇതിൻ്റെ കംപ്ലയിൻ്റ് എന്ന് വെച്ചാൽ കസ്റ്റമർ കംപ്ലയിൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലച്ച് നല്ല രീതിയിൽ ടൈറ്റാണ്. അതായത് നല്ല രീതിയിൽ ക്ലച്ച് നമ്മൾ ബ്രേക്കൊക്കെ ചവിട്ടുന്ന പോലെ തന്നെ ക്ലച്ച് ചവിട്ടണം, ക്ലച്ച് അപ്ലൈ ആവാനായിട്ട്. അതുപോലെ തന്നെ റിലീസ് ചെയ്യുമ്പോഴും അതുപോലെ തന്നെയാണ്. റിലീസ് ചെയ്യുമ്പോൾ ക്ലച്ചിന് വൈബ്രേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് ക്ലച്ചിന് വൈബ്രേഷൻ വരാനുള്ള കാരണം ആ ക്ലച്ചിൻ്റെ ടൈറ്റ് കൊണ്ടാണ്. അതായത് കറക്റ്റായിട്ട് നമുക്ക് ക്ലച്ച് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ക്ലച്ച് നല്ല രീതിയിൽ ഫ്രീ ആവേണ്ടതാണ്. പക്ഷേ ഈ വണ്ടിയെ സംബന്ധിച്ചിടത്തോളം നല്ല രീതിയിലുള്ള ടൈറ്റാണ് അനുഭവപ്പെടുന്നത്. അപ്പോൾ അത് എന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മളിപ്പോൾ ഇതിൻ്റെ ഗിയർ ബോക്സും കാര്യങ്ങളൊക്കെ അഴിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഗിയർ ബോക്സിൻ്റെ അവസ്ഥയും കാര്യങ്ങളും എന്താണെന്ന് നോക്കാം. നമ്മളിപ്പോൾ ഇതിൻ്റെ ഗിയർ ബോക്സ് അഴിച്ചു വെച്ചേക്കുന്നതാണ് ഈ കാണുന്നത്. ഇതാണ് ഇതിൻ്റെ ഗിയർ ബോക്സ് വരുന്നത്. ഇതാണ് ഇതിൻ്റെ ക്ലച്ച് വരുന്നത്. നമ്മളിപ്പോൾ ക്ലച്ചും അഴിച്ചു വെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ഗിയർ ബോക്സും അഴിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അധികം ക്ലച്ചിൻ്റെ അവസ്ഥ എന്താണെന്ന് നോക്കാം. നമ്മളിപ്പോൾ ക്ലച്ചിൻ്റെ പ്ലേറ്റ് നോക്കുമ്പോൾ ഈ ഭാഗത്ത് റിവിറ്റ് ഏകദേശം പിടിക്കാറായി നിൽക്കുന്ന ഒരു കണ്ടീഷനിലാണ് നിൽക്കുന്നത്. അതായത് ഇത് ഫ്ലൈ വീൽ സൈഡാണ് വരുന്നത്. ഇങ്ങോട്ട് നോക്കിയാൽ നല്ലതുപോലെ മനസ്സിലാക്കാൻ സാധിക്കും. ഫുൾ ഏകദേശം മുട്ടിയില്ല എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. പക്ഷേ വണ്ടി വലിവും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ അത്ര വലിവ് വണ്ടിക്ക് ഇല്ല. പക്ഷേ ക്ലച്ച് നല്ല രീതിയിലുള്ള ഹാർഡാണ് കാണുന്നത്. അപ്പോൾ ഇങ്ങോട്ട് നോക്കിയാൽ മനസ്സിലാക്കാം. അപ്പോൾ നമുക്കിതിൻ്റെ ഇപ്രവശം കൊണ്ടും നോക്കാം. ഈ സൈഡ് നോക്കുമ്പോൾ ആ സൈഡിനെ അപേക്ഷിച്ച് നല്ലതുപോലെ തീർന്നിട്ടുണ്ട് ഈ സൈഡ്. അതായത് ഏകദേശം ഒരു കുറച്ച് കിലോമീറ്റർ ഓടുമ്പോഴത്തേക്ക് മുട്ടുന്ന ഒരു അവസ്ഥ. അതുപോലെ തന്നെ ഇതും കുറച്ച് കിലോമീറ്റർ ഓടുമ്പോഴത്തേക്ക് മുട്ടുന്ന ഒരു അവസ്ഥയിലാണ് വന്ന് നിൽക്കുന്നത്. അതുപോലെ തന്നെ ഈ സൈഡ് ഒരു ശകലം റിവിറ്റ് ഇവിടെ പിടിച്ചിട്ടുണ്ട്. ഈ ഒരു മൊന ഒരു ശകലം ഇതിൽ പിടിച്ചിട്ടുണ്ട്. നോക്കിയാൽ മനസ്സിലാവും. ആ തേയ്മാനം കാണിക്കുന്നത് ആ റിവിറ്റിൻ്റെ ഏകദേശമായിട്ട് ആ റിവിറ്റിൽ ഒരു ശകലം മുട്ടിയേക്കുന്നതാണ് കാണുന്നത്. അതേപോലെ തന്നെ ഇതും നോക്കിയാൽ ആ ഒരു റിവിറ്റ് ഒരു ശകലം മുട്ടിയേക്കുന്നത്, ഈ കോർണറിൽ ഒരു ശകലം മുട്ടിയേക്കുന്നത് കാണാനായിട്ട് സാധിക്കും. ഈ കോർണറിൽ അപ്പോൾ ഇത് പിടിച്ചില്ല എന്ന് നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അതുപോലെ തന്നെ ഇതും പിടിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന അവസ്ഥ ആണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിലാണെങ്കിൽ നോക്കിയാൽ ചെറുതായിട്ട് ടച്ചായേക്കുന്ന പാട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ആ ചെറുതായിട്ട് ടച്ചായേക്കുന്ന പാട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ക്ലച്ചിൻ്റെ അവസ്ഥ ഫുള്ളായിട്ട് പോയതാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ക്ലച്ച് ടൈറ്റ് വരാനുള്ള കാരണം എന്നാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ ഓൾറെഡി നമുക്ക് ക്ലച്ചും കാര്യങ്ങളൊക്കെ മാറേണ്ടതായിട്ടുണ്ട്. കാരണം ക്ലച്ച് പൂർണ്ണമായിട്ടും തീർന്നിട്ടുണ്ട്. ഇനി ഓടിച്ചു കഴിഞ്ഞാൽ റിവിറ്റ് പിടിക്കും, വണ്ടി വഴി കിടക്കാനുള്ള അവസ്ഥയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. വണ്ടി വലിക്കാണ്ട് വഴി കിടക്കുന്ന അവസ്ഥയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇങ്ങോട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് ഇതാണ് ഇതിൻ്റെ റിലീസ് ബെയറിങ് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് നോക്കിയാൽ നമുക്ക് ഫുള്ളായിട്ട് പൊടി അഴുക്കും കയറിയിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. ഫുൾ അഴുക്കാണ് ഈ കാണുന്നത്. ഈ ഭാഗത്തൊക്കെ നല്ല രീതിയിലുള്ള അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് റിലീസ് ബെയറിങ്ങിൻ്റെ ഇടയ്ക്ക്. അപ്പോൾ ക്ലച്ച് ഡിസ്ക് മാറാറായി വരുന്ന ഒരു അവസരത്തിൽ ക്ലച്ചിന് ചെറിയ ടൈറ്റ് വന്നു തുടങ്ങും. നമ്മൾ കൂടുതലും ഈ വണ്ടിക്ക് കേബിൾ ആയിരിക്കില്ല കംപ്ലയിൻറ്റ് വരുന്നത്. ക്ലച്ചിൻ്റെ റിലീസ് ബെയറിങ്, അതായത് ക്ലച്ച് ഡിസ്ക് തീർന്നിട്ട് ഈ ക്ലച്ച് ഡിസ്കിൻ്റെ പൊടിയെല്ലാം കൂടെ കയറി ഇതിനകത്തിരിക്കുമ്പോൾ ഈ റിലീസ് ബെയറിങ്ങിൻ്റെ ഭാഗത്ത് വന്നിരിക്കും. അപ്പോൾ ക്ലച്ച് നമ്മൾ ചവിട്ടുന്ന സമയത്ത് നല്ല രീതിയിലുള്ള ടൈറ്റ് ആയിരിക്കും വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിൽ പൊടി കയറിയിരിക്കും. ഇതിനകത്തൊരു ചെറിയ ബുഷും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് ഒരു ചെറിയൊരു ബുഷും ഉണ്ട്, അതിനകത്തും പൊടി കയറിയിരിക്കും. അതുപോലെ തന്നെ റിലീസ് ബെയറിങ്ങിൻ്റെ ഭാഗത്തും പൊടി കയറിയിരിക്കും. അപ്പോൾ റിലീസ് ബെയറിങ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന പാത്തിൽ പൊടി കയറിയിരുന്നു കഴിഞ്ഞാൽ നമ്മൾ ക്ലച്ച് ചവിട്ടുന്ന സമയത്ത് നല്ല രീതിയിലുള്ള ടൈറ്റ് ആയിരിക്കും വരുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ ഇതിൻ്റെ ക്ലച്ച് ഒന്ന് ചവിട്ടി നോക്കാം. അതായത് നമ്മളിപ്പോൾ ഇതാണ് ഇതിൻ്റെ ലിവർ വരുന്നത്. നമ്മളിപ്പോൾ ക്ലച്ച് ഇപ്പോൾ ഫുള്ള് ഇങ്ങനെ ആക്കി വെച്ചിട്ട് കൈ ഇട്ടു. നമ്മൾ ക്ലച്ച് ഇങ്ങനെ വെച്ചിട്ട് കൈ വിടുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് റിലീസ് ബെയറിങ് താഴോട്ട് പോകേണ്ടതാണ്. അതായത് ഇതുപോലെ താഴോട്ട് ഓട്ടോമാറ്റിക്കായിട്ട് കൈ എടുക്കുമ്പോൾ പോകേണ്ടതാണ്. പക്ഷേ ഇതിനെ സംബന്ധിച്ചിടത്തോളം പോകുന്നില്ല. നമ്മൾ ബലം പ്രയോഗിച്ച് വേണം ഇതിനെ ക്ലച്ച് ചവിട്ടാനായിട്ട്. നമ്മളിപ്പോൾ ക്ലച്ച് ചവിട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഭാഗത്തോട്ട് നോക്കിയാൽ അങ്ങനെ തന്നെ ഇരിക്കുകയാണ്. അതായത് റിട്ടേൺ പോകുന്നില്ല. ഈ സ്പ്രിങ്ങിൻ്റെ ആക്ഷനിൽ റിട്ടേൺ പോകേണ്ടതാണ് റിലീസ് ബെയറിങ്. പക്ഷേ ഇതിനെ സംബന്ധിച്ചിടത്തോളം റിലീസ് ബെയറിങ് റിട്ടേൺ പോകുന്നില്ല. അതായത് ഇതിനകത്ത് നല്ല രീതിയിലുള്ള പൊടി കയറി ഇരുന്നിട്ട് നല്ല രീതിയിൽ ജാമായിരിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഇത് റിട്ടേൺ പിടിക്കുമ്പോൾ താഴോട്ട് പോകുന്നുണ്ട്. അതേസമയം നമ്മൾ ഇപ്പോൾ കുറച്ചൊന്ന് ചവിട്ടാം. നമ്മളിപ്പോൾ ഇങ്ങോട്ടൊരു ശകലം പിടിച്ചു കഴിഞ്ഞിട്ട് കൈ എടുക്കുമ്പോൾ അങ്ങനെ തന്നെ ഇരിക്കുകയാണ്. കുറച്ചുകൂടെ എടുത്താലും കൈ അങ്ങനെ തന്നെ ഇരിക്കുകയാണ്. മീൻസ് ഞാൻ കൈ എടുത്തിട്ടുണ്ട്, പക്ഷേ ആ റിലീസ് ബെയറിങ് അങ്ങനെ തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇതൊന്ന് തട്ടി വിടുന്ന സമയത്ത് റിലീസ് ബെയറിങ് പോകുന്നുണ്ട്, ഇങ്ങോട്ട് പിടിക്കുന്ന സമയത്ത് പോകുന്നുണ്ട്. നമ്മൾ പ്രസ് ചെയ്തിട്ട് വിടുമ്പോൾ റിലീസ് ബെയറിങ് ഓട്ടോമാറ്റിക്കായിട്ട് പോകുന്നില്ല. തട്ടി വിടുമ്പോൾ മാത്രമേ പോകുന്നുള്ളൂ. അപ്പോൾ ഇത് നോക്കിയാൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ സിമ്പിളായിട്ട് നമ്മൾ ഒരു വിരൽ കൊണ്ട് സിമ്പിളായിട്ട് വലിക്കുമ്പോൾ ക്ലച്ച്
റിലീസ് ബെയറിംഗ് തള്ളി കൊടുക്കേണ്ടതാണ്. കൈ എടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് തിരിച്ചു പോകേണ്ടതാണ്. പക്ഷേ നമ്മളിങ്ങനെ പിടിച്ചാലും തിരിച്ചു പോകുന്നില്ല. മീൻസ് നല്ല ടൈറ്റിലാണ് ഇത് നിൽക്കുന്നത്. ഇതിനകത്തോട്ട് ആ പൊടിയും കാര്യങ്ങളും കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇങ്ങനെ ഞെരിങ്ങിയാണ് റിലീസ് ബെയറിംഗ് മുകളിലോട്ട് പോകുന്നത്. അതുപോലെ തന്നെ നമ്മൾ കൈകൊണ്ട് താഴോട്ടാക്കുമ്പോൾ താഴോട്ട് പോകുന്നത്. ഇങ്ങനെ പിടിച്ച് വെച്ചിരുന്നെങ്കിൽ അങ്ങനെ തന്നെ പിടിച്ച് ഇരിക്കുകയാണ്. അപ്പോൾ ക്ലച്ചിൻ്റെ ടൈറ്റിന് കാരണം ഇതിൻ്റെ കേബിളിൻ്റെ കംപ്ലൈൻ്റ് അല്ല, ഇതിൻ്റെ ക്ലച്ച് ഡിസ്ക് തീർന്നിട്ട് അതിനുള്ള പൊടിയെല്ലാം കൂടെ കയറി ഇതിനകത്തിരിക്കുകയാണ്. അപ്പോൾ ക്ലച്ച് നമ്മൾ ക്ലീൻ ചെയ്യുന്ന സമയം നേരത്തെയൊക്കെ നമ്മൾ കാണിച്ചിട്ടുള്ളതാണ്. ക്ലീൻ ചെയ്യുമ്പോൾ റിലീസ് ബെയറിംഗ് ഫുള്ളായിട്ട് റിലീസ് ബെയറിംഗ് ഓൾറെഡി നമുക്ക് മാറി വിടണം. അതുപോലെ തന്നെ ക്ലച്ച് ഡിസ്ക്കും മാറി വിടണം. ഇത് നോക്കിയാൽ ഭയങ്കര പ്ലേയും ഉണ്ട്. അതുപോലെ തന്നെ റിലീസ് ബെയറിങ്ങിനെ മുകളിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ റിലീസ് ബെയറിംഗ് മാറുമ്പോൾ ഇത് നമ്മൾ റിലീസ് ബെയറിംഗ് അഴിച്ചെടുക്കുന്ന സമയത്ത് ഇതിനുള്ളിൽ നല്ലതുപോലെ ക്ലീൻ ചെയ്ത് വിടണം. ഷാഫ്റ്റ് മുകളിലോട്ടാക്കിയിട്ട് നല്ലതുപോലെ ഇതിനകത്ത് ക്ലീൻ ചെയ്ത് വിടണം. അതുപോലെ തന്നെ ഈ വെല്ലസിൻ്റെ പൊടിയും കാര്യങ്ങളും ഒക്കെ മാറി വിടണം. അതുപോലെ തന്നെ ഇതിനുള്ളിലും നല്ലതുപോലെ ക്ലീൻ ചെയ്തിട്ട് ഓയിൽ ചെയ്യണം. അപ്പോൾ എന്നാൽ മാത്രമേ ഈ പൂർണ്ണമായിട്ടുള്ള ടൈറ്റ് നമുക്ക് മാറാനായിട്ട് സാധിക്കുകയുള്ളൂ. അല്ലാണ്ട് ക്ലച്ച് ഡിസ്ക് നമ്മൾ മാറി അതേപോലെ തന്നെ റിലീസ് ബെയറിംഗ് ഇതൊന്നും ക്ലീൻ ചെയ്യാതെ റിലീസ് ബെയറിംഗും കയറ്റിയിട്ടു പിന്നെയും നമ്മൾ ക്ലച്ച് ചവിട്ടുമ്പോൾ ആ ടൈറ്റ് അതേപോലെ തന്നെ കാണും. ക്ലച്ച് മാറി എന്ന് വിചാരിച്ചിട്ട് ടൈറ്റ് മാറണമെന്നില്ല. അപ്പോൾ ഇത് പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്താൽ മാത്രമേ ഇതിൻ്റെ ടൈറ്റ് കറക്റ്റായിട്ട് മാറുകയുള്ളൂ, നല്ല ഫ്രീ ക്ലച്ചിന് കിട്ടുകയുള്ളൂ. അപ്പോൾ ഈ ക്ലച്ച് ടൈറ്റ് ആവുന്ന വണ്ടികൾ, ക്ലച്ച് നമ്മൾ ചവിട്ടുന്ന സമയത്ത് ടൈറ്റ് ആവുന്ന വണ്ടികൾ കറക്റ്റായിട്ട് തന്നെ എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്, അപ്പോൾ ക്ലച്ച് മാറാറായോ എന്നൊക്കെ നോക്കുക. അങ്ങനെ വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കേബിൾ പൊട്ടിപ്പോയി വഴി കിടക്കാനുള്ള അവസ്ഥ വരും. ചിലപ്പോൾ നമ്മുടെ ക്ലച്ച് പ്ലേറ്റ് പൂർണ്ണമായിട്ടും തേഞ്ഞു പോയിട്ട് വഴി കിടക്കുന്ന അവസ്ഥയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഈ ടൈറ്റ് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കുറേ കിലോമീറ്റർ ഓടുമ്പോഴത്തേക്ക് ക്ലച്ച് കേബിൾ പൊട്ടിപ്പോവും. അതുപോലെ തന്നെ ക്ലച്ച് പ്ലേറ്റും പൂർണ്ണമായിട്ടും പോയിട്ട് വഴി കിടക്കുന്ന അവസ്ഥയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ലോങ് ട്രിപ്പൊക്കെ പോകുന്ന സമയത്ത് വഴി കിടക്കുന്ന അവസ്ഥയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്ത് എടുക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ക്ലച്ച് ഡിസ്ക്കും മാറിയുണ്ട്. അപ്പോൾ ഇത് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനകത്തെ പൊടി അഴുക്കും കാര്യങ്ങളും എല്ലാം ഫുള്ളായിട്ട് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പുതിയ റിലീസ് ബെയറിംഗ് നമ്മളിപ്പോൾ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഗ്രീസും കാര്യങ്ങളൊക്കെ തേച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ലൂബും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, ഓയിലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ ഭാഗത്ത് ഗ്രീസ് ഒരിക്കലും തേച്ച് വെക്കരുത്, അളിച്ചു വരും. കാരണം ഈ ഗ്രീസ് കുറേ കാലം കഴിയുമ്പോഴത്തേക്ക് കട്ടിയാവാനുള്ള ചാൻസും കാര്യങ്ങളും ഉണ്ട്. അതുകൊണ്ട് ഗ്രീസ് ഒരിക്കലും അളിച്ചു വരി ഇവിടെ തേക്കരുത്. അതുപോലെ തന്നെ ഇവിടെ ഇടുന്ന ഗ്രീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓയിൽ അല്ലെങ്കിൽ പവർ സ്റ്റിയറിംഗ് ഓയിലുമായിട്ട് മിക്സ് ചെയ്ത് ഗ്രീസ് ഇടാവും. കാരണം അത് പെട്ടെന്ന് കട്ടിയാവില്ല. സാധാ ഗ്രീസ് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് കട്ടിയാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ക്ലച്ചിൻ്റെ പെഡൽ ചവിട്ടുന്ന സമയത്ത് നോക്കാം. ക്ലച്ച് നമ്മളിപ്പോൾ ചവിട്ടി വിട്ടു, അതുപോലെ തന്നെ ക്ലച്ച് ചവിട്ടി വിട്ടു. നല്ല രീതിയിലുള്ള ഫ്രീ ഉണ്ട്. നേരത്തെ നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ക്ലച്ച് വെച്ചേക്കുന്ന സമയത്ത് അങ്ങനെ ടൈറ്റായിട്ടിരിക്കും. നമ്മൾ റിലീസ് ചെയ്താലും പോകത്തില്ല. നമ്മൾ ടൈറ്റ് കൈകൊണ്ട് തന്നെ റിലീസ് ചെയ്താൽ മാത്രമേ ഇതിൻ്റെ ക്ലച്ച് റിലീസായിട്ട് വരുള്ളൂ. റിലീസ് ബെയറിംഗ് താഴോട്ട് പോവുള്ളൂ. ഇപ്പോൾ നമ്മൾ പ്രസ് ചെയ്യുന്ന സമയത്ത് മേളിലോട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ കൈ എടുക്കുന്ന സമയത്ത് തന്നെ റിട്ടേൺ നല്ല രീതിയിൽ പോകുന്നുണ്ട്. നോക്കിയാൽ മനസ്സിലാവും, നല്ല ഫ്രീ ആയിട്ട് തന്നെ റിട്ടേൺ പോകുന്നുണ്ട്. ഇതിനകത്തൊക്കെ നല്ല രീതിയിലുള്ള അഴുക്കും കാര്യങ്ങളാണ് ഫുള്ളായിട്ട് നമ്മളിപ്പോൾ ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നോക്കിയാൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമ്മൾ ചവിട്ടുന്ന സമയത്ത് വിടുന്നുണ്ട്, നല്ല രീതിയിൽ തന്നെ റിവേഴ്സ് പോകുന്നുണ്ട്. നമ്മൾ കൈ എടുക്കുമ്പോൾ തന്നെ റിവേഴ്സ് തിരിച്ച് റിട്ടേൺ ഇത് പോകുന്നുണ്ട്. നേരത്തെ ഇങ്ങനെ വെക്കുന്ന സമയത്ത് ഇങ്ങനെ അങ്ങ് ഇരിക്കും. നമ്മൾ കൈ എടുത്താലും ഈ ലിവർ ഓട്ടോമാറ്റിക്കായിട്ട് താഴോട്ട് പോകാത്ത ഒരു അവസ്ഥ ആയിരുന്നു ഉണ്ടായിരുന്നു. ഫുള്ള് പൊടി അഴുക്കും നമ്മൾ ഫുള്ളായിട്ട് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ മാരുതി സുസുക്കി വാഗണറിൻ്റെ ക്ലച്ച് ടൈറ്റിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കിയത്. അപ്പോൾ നമ്മൾ കണ്ടതാണ് ഇതിനകത്ത് പൊടി അഴുക്കും കാര്യങ്ങളൊക്കെ കയറിയിരിക്കുന്നത്. അപ്പോൾ ചെറിയ രീതിയിലുള്ള ഒരു ടൈറ്റ് വരുമ്പോഴേ ക്ലച്ച് ഡിസ്ക് ഏകദേശം തീരാറായി എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ കുറേ നല്ല രീതിയിലുള്ള ടൈറ്റ് വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ ക്ലച്ച് ഡിസ്ക് പൂർണ്ണമായിട്ടും തീർന്നു പോകും. അതുപോലെ തന്നെ ക്ലച്ച് കേബിളൊക്കെ പൊട്ടി വഴി കിടക്കാനുള്ള അവസ്ഥയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ മാരുതി സുസുക്കി വാഗണറിൽ ഏത് വണ്ടിയായാലും ക്ലച്ച് ടൈറ്റ് വരുമ്പോൾ ഈ ക്ലച്ച് ഡിസ്ക് മാറാറായിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.